ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ MPC ലൈവ് ഒത്തിരി പേര് നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ കുറേ പേർക്ക് അറിയത്തില്ല അത് ഫുഡ് പെഡൽ ഉപയോഗിക്കാൻ പറ്റുമോയെന്ന്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു തരാം. ഞാനിതിപ്പോൾ 2 വർഷം മുമ്പിലായി ഈ MPC ലൈവിൽ ഫുഡ് പെഡൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. MPCയിൽ മൾട്ടിപ്പിൾ മിഡി പോർട്സ് ഉണ്ട്. അത് ഒന്ന് സാധാരണ നമ്മൾ 5 പിന്നിൻ്റെ, പിന്നെ USB പോർട്ടാണ്. ആ USB പോർട്ടിൽ നമ്മൾ USB ഒക്കെ കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ആ USB-യിൽ നമുക്ക് പെഡൽ കണക്ട് ചെയ്യാം. MPC അത് മിഡി സിഗ്നലായിട്ടാണ് എടുക്കുന്നത്, പക്ഷെ നമ്മളത് സെറ്റിങ്സിൽ അത് ഫുഡ് പെഡലായിട്ട് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ കയ്യിൽ 2 ഉണ്ട്, ഞാൻ കാണിക്കാം. ഇതാണ് പെഡൽ. ഇത് നമ്മൾ ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ആർക്കും ചെയ്യാനേ ഉള്ളത്, ഇലക്ട്രോണിക്സ് അറിയാവുന്ന. ഇത് കണ്ട ഈ പെഡൽ, ഇത് USB ആണ്. USB പിന്നാണ്. ഇത് കണ്ട, ഇത് ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തിരിക്കുകയാണ്. വീഡിയോ ഷോർട്ടാക്കാൻ വേണ്ടി എളുപ്പം കിട്ടുന്നേ ഉള്ളൂ. സെയിം സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം നമുക്ക് ഇപ്പം പാറ്റേൺ സ്കിപ്പായി തന്നെ ഇവിടെ നിന്ന് പ്രസ് ചെയ്താൽ പിന്നെ കറക്റ്റ് വന്നോളൂ. സിംഗർ അല്ല ആരെങ്കിലും എന്തായാലും മിസ്സായാലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മിസ്സായി പോയ പാറ്റേൺ അവിടെ തന്നെ പ്രസ് ചെയ്യാൻ കണക്ക് വന്നോളൂ. ഉണ്ടാ ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്യുന്നതാണ്, നിങ്ങൾക്കിത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈ സൗണ്ട് എഞ്ചിനീയേഴ്സ് ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേറെ മാർഗങ്ങളുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് എക്യുപ്മെന്റ്സ് എല്ലാം കണക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ Main output stereo left and right, please check. ഇതൊരു FOH-ലേക്ക് പോകുന്നതാണ്. Main output stereo left and right, please check. പിന്നെ This channel is click in ear only. Please do not send to main. ഈ ക്ലിക്ക് ക്യൂ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇന്നിയറിലോട്ട് വേണമെങ്കിൽ ആ ചാനൽ നമ്മൾ ഇന്നിയറിലേക്കാണ്. This channel is click in ear only. Please do not send to main. പിന്നെ സ്റ്റീരിയോ ആണല്ലോ എപ്പോഴും കൊടുക്കുന്നത്. അപ്പം Left channel, right channel, right channel. ഇത്രയും കഴിഞ്ഞിട്ട് പിന്നെ സൗണ്ട് ചെക്ക് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട്. ഓക്കെ അല്ലേ? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പം അതങ്ങനെ ഇരിക്കും. സൗണ്ട് എഞ്ചിനീയേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത്. കേരളത്തിലെ സൗണ്ട് എഞ്ചിനീയർമാർ എന്ത് രസമായിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും സൂപ്പറാണ് കേട്ടോ. സൗണ്ട് എഞ്ചിനീയേഴ്സും ലൈറ്റ്സും വെരി ഗുഡാണ് എന്ന് വിചാരിച്ച് ഇവിടെ മോശമെന്നല്ല പറഞ്ഞത്. ഇവിടെയുണ്ട് അടിപൊളി സൗണ്ട് എഞ്ചിനീയേഴ്സ്, ഇവിടെ ഉണ്ട്. പക്ഷേ ഞാൻ മലയാളിയല്ലേ, അപ്പം എനിക്ക് നിങ്ങളോടല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് കേരളത്തിലെ സൗണ്ട് എഞ്ചിനീയർമാരും ലൈറ്റ്സും വെരി ഗുഡാണ് കേട്ടോ. സൂപ്പർ. കീപ് ഇറ്റ്.